വെൽക്കം ടു ഹദിയത്ത് റംദാൻ. ഞാൻ നിങ്ങളുള്ളത് അസ്ബിൻ അബ്ദുൽ അസീസ്. ഞാൻ നിങ്ങളോടൊപ്പം ഡോക്ടർ അസ്ബിൻ അബ്ദുൽ അസീസ്. ഇന്ന് റംദാൻ 16 ആയിരിക്കുകയാണ്. ഹിജ്റ വർഷം 1435. ഇന്ന് 17ാം രാവാണ്. ബദറുദ്ദീൻ നടന്ന രാവാണ്. ഹിജ്റ 2ാം വർഷം നടന്നത്. അതിന്റെ ഡീറ്റെയിൽസ് പോണേക്ക് മുമ്പ് നമുക്കൊരു ഹദീസ് പറയാം. ഹദീസ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ ആരും വിളിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നമ്പർ അറിയാലോ 0529611133. ഹദീസിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, ഒരാൾ നിസ്കാരം കഴിഞ്ഞ് വുളൂടെ തന്നെ ആ നമസ്കാര സ്ഥലത്ത് ഇരിക്കുന്ന അത്ര നേരം മലക്കുകൾ അയാൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കാനും അയാളോട് അള്ളാഹു കരുണ കാണിക്കുവാനുമായി. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ, വേഗം നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോവാൻ ധൃതി കാണിക്കരുത്. കുറച്ചു നേരം നമ്മൾ അവിടെ ഇരിക്കുവാണെങ്കിൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇപ്പൊ ബിസി ലൈഫിലെ ആൾക്കാർ വേഗം നിസ്കരിച്ച് സലാം വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കാൻ ആൾക്കാർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. സുന്നത്ത് നിസ്കരിച്ച ഉപകാരം എന്താന്ന് വെച്ചാൽ നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഈ സുന്നത്ത് നിസ്കാരം കൊണ്ട് കോമ്പൻസേറ്റ് ആവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടിപ്പ് കിട്ടിയെന്ന് ആലോചിക്കുന്നു. സോ വിത്ത് ദിസ് വെൽക്കം വൺസ് അഗൈൻ ടു ഹദിയത്ത് റംദാൻ, സ്പോൺസർഡ് ബൈ ബോൺ വോയിസ് ട്രാവൽ ബാഗ്. വിന്നർ ലഭിക്കുക ബോൺ വോയിസിന്റെ അടിപൊളി ട്രാവൽ ബാഗ് ആണ്. കൂടാതെ SMS കോൺടെസ്റ്റ് ഉണ്ട്. SMS കോൺടെസ്റ്റിൽ നിന്ന് കറക്റ്റ് ആൻസർ അയക്കുന്ന ഒരു വിന്നറിന് കിട്ടുക ജാൻസ് മെഡിക്കൽ സെന്റർ ബർദുബായ് നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. അപ്പോ ഇന്നത്തെ SMS ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ഇപ്പൊ തന്നെ പറയാലോ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മാതാപിതാക്കളുടെ പേര് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അപ്പൊ വാപ്പയുടെ പേര് അബ്ദുള്ള എന്നും ഉമ്മയുടെ പേര് ആമിന എന്നും ആണ്. ഡെഫിനറ്റ്ലി ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറെ പേര് കറക്റ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിന്നറെ ഞങ്ങൾ ലാസ്റ്റ് പ്രഖ്യാപിക്കാം. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ കണ്ടിരിക്കണം. വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്ററിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചുകൊള്ളുക. ധിക്കാരിയായ ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണ്? അപ്പൊ ഫിറഔനെ നമുക്ക് എക്സാമ്പിൾ ആയി വെക്കുന്നു. ഏത് സൂറത്തിലാണെന്നാണ്. വേഗം SMS അയക്കുക. അയക്കുന്ന നമ്പർ 3939 ആണ്. നാളെ 8 PM വരെ ടൈം ഉണ്ട്. ഒരു കോൾ ഉണ്ട്. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. താങ്ക് യു. ആരാണ്? അക്മൽ. എന്തൊക്കെയുണ്ട് വിശേഷം അക്മൽ? അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഡെയിലി മിസ് ചെയ്യായിരുന്നു അക്മലെ. കുറെ നാളായാലും വിളിച്ചിട്ട്. അക്മൽ എന്തേ വിളിക്കാത്തേന്ന് ആലോചിക്കായിരുന്നു. എന്തായിരുന്നു മോൻ നോമ്പ് തുറക്കി കഴിച്ചത്? നോമ്പ് തുറക്കി എന്തായിരുന്നു കഴിച്ചത് അക്മല്? ചോറും ചിക്കൻ കറിയും. ചിക്കൻ കറിയും. ആരാ ഉണ്ടാക്കിയ? ഉമ്മയാണോ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ബദർ യുദ്ധം സ്പെഷ്യൽ ആണ്. ഞങ്ങള് സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ബദർ യുദ്ധം ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏത് നബിയുടെ 3 ജനറേഷൻസ് നബിമാരായിരുന്നു? കേൾക്കുന്നില്ല. ഏത് നബിയുടെ 3 ജനറേഷൻസ്? അതായത് ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, 3 നബിമാർ തന്നെയായിരുന്നു ഈ നബിയുടെ. ഏത് നബിയുടെ ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിന് ഓപ്ഷൻ ഒന്നും ചോദിക്കല്ലേ. ഓപ്ഷൻസ് ഇത്താത്ത തരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓപ്ഷൻസ് ക്ലിയർ ആയിരിക്കും. മുഹമ്മദ് നബി. മുഹമ്മദ് നബി ആണോ പറഞ്ഞേ? തെറ്റിപ്പോയി മോനെ. ഉറപ്പിച്ചില്ല. ഉത്തരവ് അക്സെപ്റ്റ് ചെയ്തില്ലേ? മുഹമ്മദ് നബി എന്ന് പറഞ്ഞില്ലേ? തെറ്റിപ്പോയി ആൻസർ. സാരില്ല അക്മൽ, വീണ്ടും ട്രൈ ചെയ്യാം. എല്ലാവരും ഞങ്ങള് വീട്ടില് സലാം പറയൂ കേട്ടോ. ഞങ്ങൾ SMS കോൺടെസ്റ്റിൽ പങ്കെടുക്കട്ടോ. ഓക്കെ മോനെ. അസ്സലാമു അലൈക്കും. നമ്മൾ വിളിച്ചത് അക്മൽ ആയിരുന്നു. അക്മൽ ആദ്യത്തെ ക്വസ്റ്റിന് പറഞ്ഞത് ഇന്ന് ഞങ്ങൾ പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ഇന്നത്തെ ക്വസ്റ്റിന്റെ പ്രത്യേകത, ഞങ്ങൾ ബദർ യുദ്ധത്തിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാധാ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ 2 ക്വസ്റ്റ്യൻ ബദറിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ബദറിന്റെ ഹിസ്റ്ററി അറിയില്ലെങ്കിൽ വേഗം നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുക. കാരണം അത് ബേസ് ആയിരിക്കും ഞങ്ങളുടെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ. അതെ. അപ്പോൾ നിങ്ങൾ ഫോൺ ഉണ്ടെന്ന് ചോദിക്കാം. ഹലോ അസ്സലാമു അലൈക്കും. ആരാണ്? ഷീജ സഹീർ. എവിടെയായിരുന്നു ഇത്രയും നാളെ വിളിക്കാതിരുന്നേ?
കിട്ടില്ല. എന്താ ചെയ്യണ ഷീജ? എന്താ ഷീജ എന്താ ചെയ്യണ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. നാട്ടിലെവിടെയാ? നാട്ടിൽ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. എവിടുന്ന് വിളിക്കുന്ന? ഷാർജന്നോ? ഷാർജ. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും മക്കളും. എന്താ അവരുടെ പേര്? നാട്ടില് അല്ലല്ല, ട്രിവാൻഡ്രത്താണ്. ഹസ്ബൻഡിന്റെയും പിള്ളേരുടെയും പേര്. ഹസ്ബൻഡിന്റെ പേര് സഹീർ, മക്കൾ ആമിന, സൈനബ്. ആമിന, സൈനബ്. നല്ല പേരുകള്. അപ്പൊ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾ സാധാ ക്വസ്റ്റ്യനും ബാക്കി രണ്ട് ബദർ ബേസ്ഡ് ആയിരിക്കും കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രീവിയസ് കോളിൽ ഓക്കെ, ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണോ? ചോദിക്കാം. ഓക്കെ. ഏത് നബിയുടെ 3 ജനറേഷൻസ് നബിമാരായിരുന്നു? ഇബ്രാഹിം നബി. കറക്റ്റ് ആണ്. ആൻസർ. മിടുക്കി. ഇങ്ങനെ വേണം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ബദർ യുദ്ധം ബേസ്ഡ് ആട്ടോ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മുസ്ലിങ്ങളും ഖുറൈശികളും തമ്മിൽ നടന്ന ആദ്യത്തെ യുദ്ധം ഏതാണ്? എന്താണ് ഒന്നുകൂടെ? മുസ്ലിങ്ങളും ഖുറൈശികളും തമ്മിൽ നടന്ന ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു? എന്തൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ഒരു കാര്യം പറയുകയും ചെയ്തു, ഇതൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. ഓപ്ഷൻസ്. സുബ്ഹാനല്ലാ, എന്ത് പറ്റി? എന്നിട്ടാണോ ഓർക്കപ്പിച്ചിലാണോന്ന്? ബദർ യുദ്ധം ബേസ്ഡാണ് നിത്യ വെച്ച് ഏത് യുദ്ധമാണ്? ബദർ യുദ്ധം അല്ലേ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് ബദർ യുദ്ധം ബേസ്ഡ് ആട്ടോ ക്വസ്റ്റ്യൻ. മലക്കുകൾ പങ്കെടുത്ത ബദർ യുദ്ധത്തിൽ ഒരു മലക്ക് 1000 മലക്കിന്റെ കൺട്രോൾ ആണ് ചെയ്യുന്നത്. അത് ഏത് മലക്കാണ്? ഓപ്ഷൻസ് ജിബ്രീൽ, അസ്രാഫീൽ, മീകായിൽ. അതായത് ഒരു മലക്ക് 1000 മലക്കുകളെ കൺട്രോൾ ചെയ്തു. ഈ മലക്ക് ഏതാണ് എന്നാണ് ഇത് അതെ, ഓപ്ഷൻ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു മലക്കിന്റെ പേര് ഇങ്ങനെ തോന്നും. എന്താ റിപ്പീറ്റ് ചെയ്യേണ്ട ഓപ്ഷനാ? ജിബ്രീൽ, മിക്കായിൽ, അസ്രാഫീൽ. അത് തന്നെ correct answer. 3 ശരിയാക്കി. Congratulations, ഇത് ഞങ്ങളുടെ എപ്പിസോഡിലെ ഫസ്റ്റ് വിന്നർ ആണ്. നല്ല ചിരിയാട്ടോ, മാഷാഅല്ലാ. വെൽക്കം. അങ്ങനെ എളുപ്പത്തോടെ 3 ക്വസ്റ്റ്യൻസ് ശരിയാക്കി വിന്നർ ആവുകയാണെങ്കിൽ താക്ക് കിട്ടുക ബോൺ വോയിസിന്റെ ട്രാവൽ ബാഗ് ആയിരിക്കും. ഇനിയും പങ്കെടുക്കണം കേട്ടോ. മക്കളോട് ഞങ്ങളുടെ സലാം പറയൂ കേട്ടോ. ഞങ്ങളുടെ പ്രത്യേക സലാം പറയണേ ആമിനോടും സൈനബിനോടും. ഓക്കെ, അസ്സലാമലൈക്കും. ഭയങ്കര ചിരി കൂടിയ ഒരു കോളർ ആയിരുന്നു വിളിച്ചത് ഷീജ സഹീർ. ആദ്യം പേടിച്ചെങ്കിൽ പിന്നെ നല്ല മിടുക്കിയായിട്ട് എല്ലാം നല്ലോണം പറഞ്ഞു. ഷീജാത്ത വിന്നർ ആവണി കിട്ടുക ബോൺ വോയിസിന്റെ ട്രാവൽ ബാഗ് ആണ്. ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. SMS കോൺടെസ്റ്റിനെ ആരും മറക്കണ്ട. ഞങ്ങളുടെ SMS ക്വസ്റ്റ്യൻ ഒരു കൂടി കേട്ടുകൊള്ളുക. ധിക്കാരിയായ ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണ്? ക്ലൂ തരാം. ഈ നബിയാണ് മീൻ വിഴുങ്ങിയ നബിയാണ്. ഇതൊരു ക്ലൂ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ക്ലൂ വന്നു. അപ്പൊ നാളെ 8 PM വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുക. അയക്കുന്ന നമ്പർ 3939. അയക്കേണ്ട ഫോർമാറ്റ് ഹദിയത് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ. വിന്നർ ലഭിക്കും. കോൾ ഉണ്ട്. ഹലോ ഹലോ, ടിവിയുടെ വോളിയം ആദ്യം കുറയ്ക്കൂ. ഞങ്ങളുടെ ചെവി അടുപ്പിക്കല്ലേ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. വെൽക്കം ടു ഹദിയത് റംദാൻ. താങ്ക് യു. നല്ല പരിചയമുള്ള താങ്ക് യു ഉള്ളു. ആരാ? താജുദ്ദീൻ. വോളിയം കുറച്ചില്ല അല്ലേ? പറ്റിക്കണോ? ഹലോ ഹലോ, വോളിയം ഒന്ന് കുറയ്ക്കോ? വോളിയം കുറയ്ക്കോ? കോള് ഡ്രോപ്പ് ആയി പോവും. അതെത്ര ഡിലേ വരുന്നത്? ഞങ്ങൾ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് കിട്ടിയതല്ലേ. ഞങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഡിലേ വന്നത് ആ ടിവിയില് വോളിയം കൂട്ടി വെച്ചിട്ട് അത് കുറയ്ക്കൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രത്യേകത അറിഞ്ഞൂടെ? ഞങ്ങൾ 2 ബദർ ബേസ്ഡ് ചോദിക്കും, ഒരു സാധാ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഖുറാനിൽ എത്ര ആയത്തുകളുണ്ട് മൊത്തം? ഖുർആനിൽ എത്ര ആയത്തുണ്ട്? പോയോ? ഖുർആനിൽ മൊത്തം എത്ര ആയത്തുകളുണ്ട്? ടോട്ടൽ എത്രയുണ്ട്? ഖുർആനിൽ മൊത്തം ആയത്ത് സൂറത്തല്ല, ആയത്ത്. ആയ എത്ര ആയത്തുകളുണ്ട്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് തരാം. 6500, 6236, 7000, 6000.
6500 ആദ്യം ഓപ്ഷൻ 6500 തെറ്റി. ഓക്കെ. സാരമില്ല. എവിടെയാണ് താജുദ്ദീൻക നാട്ടില്? നാട്ടില് കാസർഗോഡ്. കാസർഗോഡ്. ഓക്കെ. ഞങ്ങൾക്ക് ഇനി വിളിക്കില്ല പ്രോഗ്രാമിലേക്ക്. ഇൻഷാല്ലാ വിളിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയും ട്രൈ ചെയ്തോ. ഞങ്ങൾ സലാം എല്ലാവരോടും പറയണേ. ഓക്കെ. അസ്സലാമലൈക്കും. താജുദ്ദീനായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റിയില്ല. ഖുറാനിൽ മൊത്തം എത്ര ആയത്തുകൾ ഉണ്ടെന്നായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇൻഷാല്ലാ നമ്മ അടുത്ത കോളറിന് അറിയുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, അസ്സലാമലൈക്കും. ഹലോ, കോൾ ഡ്രോപ്പായി നിന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഖുറാനിൽ എത്ര ആയത്തുകൾ ഉണ്ടെന്നായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓപ്ഷൻസും കൊടുത്തായിരുന്നു. 6500 കൊടുത്തു. 6236, 6000, 7000. ഇതൊക്കെ 4 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ടോട്ടൽ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ ആൻസർ വേഗം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വിളിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ 052961133. കൂടാതെ സ്കൈപ്പ് ഐ ഡി ഉണ്ട് NTV UAE, അതിന് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. SMS കോൺടെസ്റ്റിനെ കുറിച്ച് ആരും മറക്കരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ധിക്കാരിയായ ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണെന്ന്. യെസ്, വീണ്ടും ഒരു കോളിന്റെ വെച്ചിട്ട് പോന്ന് നോക്കാം. ഹലോ, ഹലോ, അസ്സലാമലൈക്കും. ആരാണ്? അയ്യോ, ഇങ്ങനെ വേണം സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്താണ് അയ്യൂബക്ക വിശേഷം? നല്ല വിശേഷം. ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ ഇവിടെ തന്നെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഓർക്കുന്നുണ്ട്. അയ്യൂബക്ക നാട്ടിലേക്ക് വിളിച്ചിരുന്നോ? മിനിഞ്ഞാന്ന് അതാ നാട്ടിലേക്ക് വിളിച്ചിരുന്നു അയ്യൂബക്ക? നാട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിരുന്നു അല്ലേ? ഞങ്ങൾ അന്വേഷണമൊക്കെ പറഞ്ഞോ? പറഞ്ഞു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ചോദിച്ചാൽ ആള് സമ്മതിക്കും. ഞങ്ങൾ പറയാൻ പറഞ്ഞില്ലായിരുന്നല്ലോ അന്വേഷണം. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ സമ്മതിച്ചല്ലോ. വെറുതെ വിടാള്. ഓക്കെ, ഇന്ന് ഞങ്ങൾ പ്രത്യേകത ഞങ്ങൾ ഒരു സാധാ ക്വസ്റ്റ്യനും 2 ബദർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നേരത്തെ ചോദിച്ച കോളത്തോളം സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ അതോ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണോ? റിപ്പീറ്റ് ചെയ്തോ? കുഴപ്പമില്ല അല്ലെ? അപ്പൊ ഖുറാനിൽ മൊത്തത്തിൽ എത്ര ആയത്തുകളുണ്ട്? ഓപ്ഷൻസ് ഒന്നുകൂടി പറഞ്ഞേ. ഓപ്ഷൻസ് ഇത്ര 4 ഉണ്ട് തന്നെ. 6500 ഉണ്ട്, 6236 ഉണ്ട്, 7000 ഉണ്ട്. ഇത് ഒരെണ്ണം ചൂസ് ചെയ്തോളൂ. 4 ഓപ്ഷൻ 3 ആക്കി തന്നു. അതെ, ഏതാ പറഞ്ഞോളൂ. ഒരു ഓപ്ഷൻ ഒരു സെക്കൻഡ്. ഓപ്ഷൻസ് ഒന്നുകൂടി പറഞ്ഞേ, ക്ലിയർ ആയില്ല. 6500, 6236, 6000. ഏതാ? 6000 6000 ചൂസ് ചെയ്തേ. തെറ്റി. തെറ്റിപ്പോയി അയ്യൂബക്ക. ഇന്ന് എന്ത് പറ്റി? അതെ, ഇന്നലെ മിടുക്കനായിട്ട് ചോദിക്കേണ്ട ആൻസർ പറഞ്ഞ ആളാണല്ലോ. ഓപ്ഷൻ ഒന്നും തരാതെ ഇങ്ങനെ ആൻസർ തരായിരുന്നല്ലോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും ആൾക്ക് ഈ ക്വസ്റ്റ്യൻ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു ചോദിക്കാനായിട്ട്. വീണ്ടും ട്രൈ ചെയ്തോളൂ, തന്നെ കുഴപ്പമില്ല. ഇനി വിളിക്കുമ്പോ ശരിക്കും ഞങ്ങളുടെ അന്വേഷണരോട് പറയണം കേട്ടോ. ഇന്ന് പറഞ്ഞായിരുന്നില്ലേ? ഏൽപ്പിക്കാതെ പറഞ്ഞില്ലേ? പറഞ്ഞല്ലേ? നല്ല. ഓക്കെ, വിളിക്കണേ. നമ്മളിപ്പോ വിളിച്ചത് അയ്യൂബക്കായിരുന്നു, അബുദാബിയിൽ നിന്ന്. നല്ല ഇന്റലിജന്റ് കോളറാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ആള് കഴിച്ച ഫുഡ് ഒന്നും ശരിയാണ്, കുറച്ച് ഹെവി മീല കഴിച്ചെന്ന് തോന്നുന്നു. അതിന്റെ ഇതാന്ന് തോന്നുന്നു, ഹാങ് ഓവറിൽ ഇരിക്കുന്നത്. ഒരു കോൾ ഉണ്ട്. ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു അദിയത് റംദാൻ. വോളിയം വളരെ കുറവാണല്ലോ. ഇത് ആരാ? ഓള് ഡ്രോപ്പ് ആയി തോന്നുന്നു. ഇല്ല, SMS ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, ധിക്കാരിയായ ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണ്? ഹലോ, കേട്ടോ? ഇല്ല, ഇപ്പൊ ശരിക്കും കോള് ഡ്രോപ്പ് ആയി. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർ SMS 3939 അയക്കുക. ഞാൻ ക്ലൂ തന്നിരുന്നു, മീൻ വിഴുങ്ങിയ നബിയാണ് ഈ നബി. സൂറത്തിന്റെ പേര് ഒരു നബിയുടെ പേരാണ്. യെസ്, നാളെ 8 PM നിങ്ങൾക്ക് ടൈം ഉണ്ട്. നിങ്ങൾക്ക് ക്ലൂ ഒന്നും ഇല്ലാതെ വരെ ഇത് കണ്ടുപിടിക്കാം. അയക്കുന്ന നമ്പർ 3939, അയക്കുന്ന ഫോർമാറ്റ് ഹദിയത് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് ആൻസർ. വിന്നറിന് കിട്ടുക ജാൻസസ് മെഡിക്കൽ സെന്റർ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. പ്രോഗ്രാം മിസ് ചെയ്യുന്നവർ വിഷമിക്കേണ്ട, ഞങ്ങൾ യൂട്യൂബ് ലിങ്ക് ഉണ്ട്. യെസ്, മൈ NTV UAE എന്ന ചാനലിൽ പോയി കാണാം. കൂടാതെ റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ട് മോർണിംഗ്
7 to 8 ആൻഡ് ഈവനിങ് 5 to 6. യെസ്. ഓക്കെ, ഇവിടെ ബദർ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡ് ഹിജ്റയിലായിരുന്നു. നമ്മുടെ ബദർ യുദ്ധം നടന്നത് സെക്കൻഡ് ഹിജ്റയാണ് റംസാനിൽ. വേറെ പേര് യോമുൽ ഫുർഖാൻ എന്നാണ്. മീനിങ് ക്രൈറ്റീരിയ ടു സെപ്പറേറ്റ് എന്നാണ്. ഞങ്ങളുടെ ഒരു SMS ക്വസ്റ്റ്യൻ ആയിരുന്നു യോമുൽ ഫുർഖാൻ എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാണ് ഞങ്ങൾ ചോദിച്ചിരുന്നു. ഇതിന്റെ അർത്ഥം യെസ്, കാരണം ഇതിങ്ങനെ പേര് വരാൻ കാരണം അള്ളാഹു ക്ലിയറായ സത്യം കള്ളത്തിൽ നിന്ന് വേർതിരിച്ച ഒരു യുദ്ധമായിരുന്നു ഇത്. അള്ളാഹു മുസ്ലിങ്ങളെ വിജയിപ്പിച്ച് അവിശ്വാസികളുടെ ഇസ്ലാമിന് എതിരെയുള്ള എല്ലാ സ്വപ്നങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു ബദർ യുദ്ധത്തിൽ കൂടെ. യോമുൽ ഫുർഖാൻ എന്നറിയപ്പെടുന്ന യുദ്ധമായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ മലക്കുകൾ പങ്കെടുത്ത യുദ്ധമായിരുന്നു. കൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരാ കേൾക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഹലോ ഹലോ ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ഹാപ്പി റംസാൻ. താങ്ക് യു. ആരാണ്? ഡോക്ടർ അൻഷാദ്. വെൽക്കം ഡോക്ടർ. എന്താണ് ഡോക്ടർ വിശേഷം? ഒന്നുമില്ല മക്കളെ, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ബദർ യുദ്ധമായിട്ട് രാത്രി എന്താണ് സ്പെഷ്യൽ ബദർ രാവായിട്ട്? യാസിനൊക്കെ അയ്യോ, ഞാന് ഒറ്റയ്ക്കല്ലേ, നാട്ടില്ല. ബദർ യുദ്ധം രാവല്ലേ? 17-ാമത്. അതെ. അപ്പൊ യാസീന് പോകുന്നുണ്ടോ ബദരീങ്ങൾക്കായിട്ട്? ഉണ്ടല്ലേ. തറാവി നിസ്കാരം ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുഴപ്പമില്ല. പ്രീവിയസ് കോളർ ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യട്ടെ? അത് വേറെ ക്വസ്റ്റ്യൻ ആണോ? അല്ലാതെ ചോദിച്ചോ, കുഴപ്പമില്ല. കേട്ടിരുന്നോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ കേട്ടായിരുന്നു. മറ്റേ ഖുർആനിലെ ആയത്തില്ലേ? അതെ, പറഞ്ഞോ. ആൻസർ പറഞ്ഞോളൂ. 6236. യെസ്, കറക്റ്റ് ആണ്. നല്ല അറിവല്ലേ ഡോക്ടറെ? MBBS നോളജ് അല്ലാതെ തന്നെ ഇതിലും ദീനീയ കാര്യങ്ങൾ നല്ല അറിവല്ലേ? അങ്ങനൊന്നുമില്ല മോളെ. എങ്ങനെയാ ഡോക്ടർ സാക്കിർ നായികിനെ പോലെ പോവാനാണോ പ്ലാൻ? ഏതാ? ഡോക്ടർ സാക്കിർ നായികിനെ പോലെ പോവാനാണോ പ്ലാൻ? അയ്യോ, സാക്കിർ നായിക് ഏത് ലെവലിൽ നിൽക്കുന്നു, നമ്മളിവിടെ നിൽക്കുന്നു. സ്റ്റെപ്പ് എടുത്തില്ലേ വേലയ്ക്ക് പോകണല്ലോ. അങ്ങനെ പറയരുത്, ഇൻഷാ അല്ലാഹ് എന്ന് പറയൂ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ബദർ തുടങ്ങിയപ്പോ ആരാണ് മുസ്ലിങ്ങളിൽ നിന്ന് ചലഞ്ച് ആദ്യം ചെയ്തത്? ഖുറൈശികളെ 3 ആൾക്കാർ ആദ്യം തന്നെ ചലഞ്ച് ചെയ്തു. ആ 3 പേരില് 2 പേര് അറ്റ്ലീസ്റ്റ് പറയാം. 3 പേരുണ്ട്, പക്ഷെ 2 പേര് പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് 3 പേര് പേരെന്ന് പറയുമ്പോ ഓപ്ഷൻസ് എങ്ങനെയാ കൊടുക്കുക? മുസ്ലിങ്ങളിൽ നിന്ന് ഖുറൈശികളെ ചലഞ്ച് ചെയ്തത്. യെസ്, ആദ്യം 3 പേര് ചലഞ്ച് ചെയ്തു ഖുറൈശികളെ. അവരാരെന്നാണ് ഓപ്ഷൻസ്? ഡോക്ടറിന് ഓപ്ഷൻസ് വേണോ? ഡോക്ടർ ലിവിംഗ് എൻസൈക്ലോപീഡിയ അല്ലേ? ഓപ്ഷൻസ് ചോദിച്ച് ഞങ്ങളെ കൊച്ചാക്കരുത്. ഓക്കെ, ഞാൻ ഒരു 6 ഓപ്ഷൻസ് തരാം. അതിൽ നിന്ന് 2 പേരെ ചൂസ് ചെയ്യണം. റെഡിയാണോ? ഓക്കെ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു. ഇതിന്ന് 2 പേരെ ചൂസ് ചെയ്യാം. ഞാൻ 5 പേരെ ഞാൻ 2 പേര് പറയാം, എനിക്കറിയാം. കറക്റ്റ് ആൻസർ നല്ല അറിയാലോ. ഉബൈദ ഉണ്ടായിരുന്നു. കൂടാതെ അവരാണ് 3 പേര്. ഉബൈദ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഡിയായി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഡോക്ടർ എന്താ നോമ്പ് ഓർക്കുമ്പോ കഴിക്കുന്നേ? ഇല്ലോളെ ഞാൻ പുറത്തുനിന്ന് കഴിക്കും, ഹോട്ടലിൽ പോയി കഴിക്കും. ഹോട്ടലിൽ നിന്ന് ഡോക്ടർ കഴിക്കാം. ഓക്കെ, ഡിന്നറും. ഓക്കെ ഡോക്ടർ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അടുത്ത ഓപ്ഷനും ക്ലൂ ഒന്നും ചോദിക്കാണ്ട് ധീരവാനായി പറയണോട്ടാ. നോക്കട്ടെ. ഓക്കെ, ഏത് സൂറത്തിലാണ് ബദർ യുദ്ധത്തിനെ പറ്റി പറയാതെ, ബദറിന്റെ പേരെടുത്ത് പറയാതെ പക്ഷെ ബദർ യുദ്ധത്തെ പറ്റി പറയുന്നത്? ഓപ്ഷൻസ് വേണം. ആഹാ, ഞാനൊരു ഫേവർ ചോദിച്ചു ഇങ്ങനെയാണോ ചെയ്യണേ? ഞാൻ ഇവിടെ ഇത്താരും വെള്ളി വിളിച്ചേക്കുണ്ട് ഡോക്ടർ ഓപ്ഷൻ ഇല്ലാതെ പറയുന്നത്. ഡോക്ടർ ഓപ്ഷൻ ചോദിച്ചാൽ എന്നെ താളം കൊടുത്തിരുന്നത്. 2 സൂറത്തില് ബദർ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സൂറത്തില് ബദർ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞാലും ആ പേര് പറയുന്നില്ല, ബദർ എന്നുള്ള പേര് പറയുന്നില്ല, പക്ഷെ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ സൂറത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഡോക്ടർ കമോൺ.
ആഹാ, ഇതാണ് എനിക്ക് ആദ്യം വാക്ക് തന്നെ. നോമ്പായിട്ട് വാക്ക് പാലിക്കുന്നില്ലേ? ട്രൈ ചെയ്തേ കിട്ടുന്നില്ല അവളെ. അപ്പൊ ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞതില് തോറ്റില്ലേ? ഓപ്ഷൻസ് കൊടുക്കണ്ടു. ഇപ്പൊ ആലോചിച്ചെടുക്കും ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഡോക്ടർ. അഹസാബ് ഉണ്ട്, സൂറ അൻഫാൽ ഉണ്ട്, സൂറ താഹ. സൂറത്ത് അൻഫാൽ. സൂറ അൻഫാൽ കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആണ്. അങ്ങനെ ശരിയാക്കി ഡോക്ടർ. എന്റെ വാക്ക് തെറ്റിച്ചു. അറിയായിരുന്നു, അഹസാബല്ലെന്ന് അറിയായിരുന്നു. അഹസാബ് മറ്റേ കിടങ്ങി യുദ്ധമല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താ. മോളെ പിന്നെ പരിപാടി നല്ല ഇഷ്ടമാണ്, നല്ല ഇൻഫോർമേറ്റീവ് ആണ്. താങ്ക് യു. നാട്ടില് ഡോക്ടർ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ സമയം ഉണ്ടോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഫുജറ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഒരു വാട്സപ്പിന്റെ അതൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ എല്ലാ നാഷണാലിറ്റി ഉണ്ട്, ഇന്ത്യൻസ്, പാകിസ്ഥാനി, സുഡാനി, ഈജിപ്ഷ്യൻ എല്ലാവരും ഉണ്ട്. അപ്പൊ റമദാൻ പ്രമാണിച്ച് നമ്മളിങ്ങനെ ഇസ്ലാമിക് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ നിന്ന് കിട്ടുന്ന കുറെ ടഫ് ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ഇടാറുണ്ട്. അല്ലല്ല, അത് ജസ്റ്റ് ഒരു നമ്മള് സാധാരണ നമ്മള് മെഡിക്കൽ ക്വസ്റ്റ്യൻസ് ഇടുന്ന ഒരു സൈറ്റ് ആയിരുന്നു എല്ലാവരുടെ ആയിട്ട്. അപ്പൊ റമദാൻ വന്നപ്പോഴത്തേക്ക് നമ്മളത് മാറ്റിയിട്ട് എല്ലാവരും അങ്ങോട്ട് ഇടും. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും എവിടുത്തെ ക്വസ്റ്റ്യൻസ്. ഞാൻ ഇതുവരെ സീക്രട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് റോയൽറ്റിയുടെ വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് എന്റെ ക്രെഡിറ്റ്. ഞങ്ങൾ നമ്പർ നോട്ട് ചെയ്യുന്നുട്ടോ റോയൽറ്റി ചോദിക്കാൻ. നല്ല ഇൻഫോർമേറ്റീവ് ആട്ടോ, നിങ്ങളുടെ അവതരണം നല്ലതാണ്, ഇൻഫോർമേറ്റീവ് ആണ്. താങ്ക് യു ഡോക്ടർ. ഞങ്ങളുടെ സലാം എല്ലാവരോടും പറയും, ഹോസ്പിറ്റലിലും നാട്ടിലും എല്ലാവരോടും. ഡോക്ടറുടെ ഫാമിലിയോട് പ്രത്യേകിച്ച് സലാം പറയൂ. ഓക്കെ, തീർച്ചയായിട്ടും. യെസ്, നമ്മളിപ്പോ വിളിച്ചത് ഡോക്ടർ അൻഷാദ് ആയിരുന്നു. ഡോക്ടർ അങ്ങനെ 3 ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇന്ന് 2 പേരാണ്, ഷീജ സഹീർ ആൻഡ് ഡോക്ടർ അൻഷാദ്. വി ഫീൽ പ്രൗഡ് ആക്ച്വലി, കാരണം നമ്മളുടെ ക്വസ്റ്റ്യൻസ് വേറെ ആൾക്കാരോട് ചോദിക്കില്ല. ഞങ്ങൾ ത്രൂ എന്നാണ് പോകുന്നത്. യെസ്, അപ്പൊ അതിനുള്ള അജുരും കിട്ടും, പിന്നെ ഡോക്ടർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ക്രെഡിറ്റ്. എന്തായാലും SMS ക്വസ്റ്റ്യൻ ഞങ്ങൾ ഒരു കൂടി റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ SMS. ഓക്കെ, ബ്രേക്കിന്റെ ടൈമാണ്. അപ്പൊ ആ ടൈമിന്റെ ഗ്യാപ്പിൽ നമുക്ക് SMS വേഗം അയച്ചോളൂ. ആ ടൈം ഗ്യാപ്പിൽ നിങ്ങൾ ഫോൺ ചെയ്യാതെ വേഗം SMS അയക്കുക. ധിക്കാരിയായ ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണ്? ഞാൻ ക്ലൂ തന്നിരുന്നു, മീൻ വിഴുങ്ങിയ നബിയാണ് സൂറത്തിന്റെ പേര്. കുറെ നേരം മീൻ വിഴുങ്ങി എന്ന് പറയുന്നു. ക്ലൂ നിങ്ങൾക്ക് ക്ലിക്ക് ആയിട്ട് തോന്നുന്നു. അപ്പൊ വേഗം അയക്കാൻ. നാളെ 8 PM വരെ ടൈം ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്.